ഹായ്, ഇതാണ് അപ്പച്ചന്റെ പള്ളി. എനിക്കിഷ്ടായി. അതെ, നല്ല പള്ളി, എനിക്ക് ഇഷ്ടായി. ഈ പള്ളിയിലാണ് ഞാനും അപ്പായും സൺഡേ സ്കൂൾ പഠിച്ചത്. ആദ്യമായിട്ട് ഈ പള്ളി പണിത വർഷവും ആദ്യ കുർബാന അർപ്പിച്ച വർഷവും പുതുക്കി പണിത വർഷവും ഒക്കെയാണ്. നമ്മുടെ പള്ളി 1900 സ്ഥാപിതമായി. 28/8/1900 ആദ്യമായിട്ട് കുർബാന അർപ്പിച്ചു. നമ്മുടെ പള്ളി പുതുക്കി പണിതത് 1997 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. നമുക്കെന്നാ പള്ളിയിലോട്ട് കയറാം. എന്താ ഇവിടെ? നിങ്ങൾ എന്താടാ ഇവിടെ? ബാലസമാജം കുട്ടികൾ എല്ലാ മാസവും 2-ാം ശനിയാഴ്ച പള്ളി വൃത്തിയാക്കുന്നുണ്ട്. അതിന് വന്നതാ. ആണോ? എന്നാ മക്കളെ, നിങ്ങൾ ഇവരുടെ കൂടെ കൂടിക്കോ. അപ്പച്ചൻ വരാം. ഇതാരാ? ഇതാണ് യോഹന്നാൻ സ്ലിഹ. ഈ സ്ലിഹയുടെ നാമത്തിലാണ് നമ്മുടെ പള്ളി. ഇതെന്താ? ഇത് പരിശുദ്ധ പാമ്പാട് തിരുമേനിയുടെ തിരുശേഷിപ്പാണ്. ഈ തിരുമേനി പറഞ്ഞിട്ടാണ് നമ്മുടെ പള്ളി ഇവിടെ പണിത്. ഇടക്കാട്ടുകുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലം വെറും ഒരു കുന്നായിരുന്നു. തിരുമേനി താമസിക്കുന്ന പുത്തൻപുറം തേരായിൽ നിന്ന് നോക്കുമ്പോൾ ഇടക്കാട്ടുകുന്നിന് മുകളിൽ എൻ്റെ മക്കൾക്ക് ഒരു പള്ളി വേണമെന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെയാണ് ഈ പള്ളി ഇവിടെ പണിതത്. പിന്നെ പാമ്പാട് തിരുമേനിയാണ് നമ്മുടെ പള്ളി പണിയാൻ കല്ലിട്ടതും കുദാശ ചെയ്തതും. നിങ്ങൾ വന്നോ? ഞാനിപ്പോൾ വരാം. ചേച്ചി, ഇതെന്തുവാ? നിങ്ങൾ ഇങ്ങു വാ, അച്ചാച്ചൻ പറഞ്ഞു തരാം. എടാ, അവരുടെ ധൂപക്കുറ്റിയെ പറ്റിയാ പറയുന്നേ. എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. നമുക്ക് പോയി കേട്ടാലോ? മോനെ, നിങ്ങളും വാ, അവരെയും വിളിച്ചോ. ഇതാ ധൂപക്കുറ്റി. ഇത് മുഴുവനും നമ്മുടെ പ്രപഞ്ചത്തെയാ സൂചിപ്പിക്കുന്നത്. ഇതെന്നാ? മുകൾ ഭാഗം സ്വർഗവും താഴെ ഭൂമിയുമായി സൂചിപ്പിക്കുന്നു. ആകെ 4 ചങ്ങലകളാ ഉള്ളത്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അച്ചാച്ച, 4 ചങ്ങലകളില്ലേ? 3 ചങ്ങലകളുണ്ടെന്നല്ലേ പഠിപ്പിച്ചപ്പോൾ ഒന്നോ? രണ്ടാമത്തെ ചങ്ങല പുത്രന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. ധൂപക്കുറ്റി വാഴ്വ് കണ്ടിട്ടില്ലേ? അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് ഓർക്കുന്നത്. ആദ്യം പിതാവെന്ന് പറയുമ്പോൾ 1 ചങ്ങല എടുക്കും, പുത്രൻ എന്ന് പറയുമ്പോൾ 2-3 ചങ്ങല എടുക്കും,
പരിശുദ്ധ റൂഹ എന്ന് പറയുമ്പോൾ 4-ാമത്തെ ചങ്ങലയും എടുക്കും. അത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെ സൂചിപ്പിക്കുന്നു. ഇതാ കണ്ണികൾ, അത് 72 എണ്ണമുണ്ട്. ഈ 72 എണ്ണവും 72 അറിയിപ്പുകാരെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ മണി ഉള്ളതുകൊണ്ടല്ലേ ധൂപക്കുറ്റി വീശുമ്പോൾ ഒച്ചയേക്കുന്നേ? അത് സൽപ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു, എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികൾ. ഇത് കത്തിക്കുമ്പോഴുള്ള കരിയോ? അത് പാവം നിറഞ്ഞ മനുഷ്യരായ നമ്മളെ സൂചിപ്പിക്കുന്നു. ഈ ധൂപക്കുറ്റി കത്തിക്കുമ്പോൾ പുക വരുന്നത് കണ്ടിട്ടില്ലേ? അത് വിശ്വാസികളായ നമ്മുടെ പ്രാർത്ഥനയെ. അതല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെന്നും ധൂപക്കുറ്റി ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി അകത്ത് കയറിയിട്ട് ബാക്കി പറയാം. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അതുപോലെ നമ്മുടെ എല്ലാ നമസ്കാരങ്ങളിലും കൂദാശകളിലും ധൂപപ്രാർത്ഥനയും ധൂപക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? അടുത്ത പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ബാ മക്കളെ, നമുക്ക് പോവാം. ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ ധൂപക്കുറ്റിക്ക് ഇത്രയും പ്രാധാന്യം എന്തിനാണ് നൽകുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് വേദപുസ്തക അധിഷ്ഠിതമോ? വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഒരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി യാഗപീഠത്തിനരികിൽ നിൽക്കുന്നതായി പറയുന്നു. ധൂപകലശത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പുക വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നു എന്നതാണ് വിശ്വാസം. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാസകാലത്ത് ധൂപപീഠത്തിന്റെ ഘടന ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഇതിപ്രകാരം വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് 30-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതിൽ വിവരിക്കുന്നു. ധൂപം കാട്ടുവാൻ ധൂപപീഠം ഉണ്ടാക്കണം. എല്ലാ നമസ്കാരങ്ങളിലും കൂദാശകളിലും പ്രൊമിയോൻ എത്രോകളിലും ധൂപപ്രാർത്ഥനകളിലും ഏവെങ്കേലിയോനിലും രാത്രി നമസ്കാരങ്ങളിലും ശവസംസ്കാര ശുശ്രൂഷയിലും മാലാഖമാരുടെ സ്തുതിപ്പിലും വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ ധൂപക്കുറ്റി ഉണ്ടായിരിക്കണം. ഖദിരമരം കൊണ്ട് 1 മുഴം നീളവും 1 മുഴം വീതിയുമായ സമചതുരവും 2 മുഴം ഉയരവുമായും കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായും ധൂപപീഠത്തിന്റെ മേൽപ്പലകയും ചുറ്റും ധൂപപീഠത്തിന്റെ സ്പർശനങ്ങളും കൊമ്പുകളും. ഇങ്ങനെ ധൂപക്കുറ്റി മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. ധൂപക്കുറ്റിക്ക് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം. ധൂപപീഠം ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ ധൂപപീഠത്തിന്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. അതിന്റെ 2 വർഷത്തിലും അവയെ ഉണ്ടാക്കണം. ധൂപപീഠത്തിന്റെ തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിലും വെളിപ്പെടുവാനുള്ള ഇടമായ സാക്ഷ്യത്തിന്മീതിയുള്ള കൃപാസനത്തിന് മുമ്പിലും ഇരിക്കുന്ന തിരശീലയ്ക്ക് മുമ്പാകെ വെക്കണമെന്നും പറഞ്ഞു. അഹറോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അഹറോൻ ദിനം പ്രതി കാലത്ത് ധൂപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹറോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപമായിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. ധൂപപീഠത്തിന്മേൽ പാനീയയാഗം ഒഴിക്കരുത്.